റയൽ മാഡ്രിഡ് എൽച്ചെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഈ ഒരു ടീമിനെതിരെ ലാലിഗയിൽ നടന്നിട്ടുള്ള ആദ്യ മത്സരത്തിൽ 2-2 സമനിലയായിരുന്നു. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർബലോവ ഇപ്പോൾ അക്കാഡമി നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അക്കാഡമി പ്ലേയേഴ്സിന് ലോകത്തെ ഏറ്റവും മികച്ച അക്കാഡമികളിലൊന്ന് തന്നെയാണ് ലാ ഫാബ്രിഗാസ്, റയലിൻ്റെ അക്കാഡമി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് അത് ഉപയോഗിക്കാറില്ല. അക്കാഡമിയിൽ നിന്ന് വന്നിട്ടുള്ള കുറേ പ്ലേയേഴ്സ് മറ്റ് ടീമുകളിൽ പോയിട്ട് കിടിലൻ പെർഫോമൻസ് നടത്തുന്നത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ റയൽ ഉപയോഗിക്കാറില്ല. റയലിനെ സംബന്ധിച്ച് ഒരു സീസണിൽ 1-2 പ്ലേയേഴ്സ് അത്രേ ഉള്ളൂ. പക്ഷേ ആർബലോയുടെ കീഴിൽ കൂടുതൽ നമ്പർ ഓഫ് പ്ലേയേഴ്സ്, അക്കാഡമി പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട് എന്നതാണ്. അക്കാഡമി പ്ലേയേഴ്സിനെ സംബന്ധിച്ച് ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ആർബലോവ നൽകിയിട്ടുള്ളത്. അവർക്ക് സീനിയർ ഡെബ്യൂ ലഭിക്കുകയാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് ടോപ്പാക്കി കഴിഞ്ഞാൽ അവർക്ക് അവിടെ സ്ഥിരമായിട്ട് കളിക്കാൻ പറ്റും എന്നതാണ്. അപ്പോൾ പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മാച്ച് മാൻ സിറ്റിക്കെതിരെ 3 ഗോളുകൾക്ക് ജയിക്കുമ്പോൾ 3 ഗോളും നേടിയത് ഫെഡറിക്കോ വാൽവെർദെ ആയിരുന്നു. പക്ഷേ ആ 3 ഗോളുകളും വാൽവെർദയുടെ ആ ഒരു നാച്ചുറൽ ടൈപ്പ് ഗോളുകളല്ല. സാധാരണ എങ്ങനെയാണ് ബോക്സിന് പുറത്തു നിന്നും അങ്ങ് അടിച്ചൊരു കയറ്റല്ലേ കയറ്റുന്നത്. പക്ഷേ അങ്ങനത്തെ ഗോളുകളല്ലായിരുന്നു ആ ഒരു 3 ഗോളുകളും. പക്ഷേ ഈ മാച്ചിൽ അങ്ങനത്തെ ഒരു കിടിലൻ ഗോളുണ്ടായിരുന്നു. പിന്നെ ആർതർ ഗുലറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഗോള്, അത് എവിടെ നിന്ന് അടിക്കുന്ന സെൻറ്റർ ലൈന് മുമ്പ് നിന്ന് ഒരു കിടിലൻ ലോങ് റേഞ്ചർ. ആർതർ ഗുലർ എനിക്ക് തോന്നുന്നു ഒരു മാച്ചിൽ ഇതിന് മുമ്പും ഇതുപോലത്തെ ഒരു സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സെൻട്രൽ ലൈൻ്റെ അവിടെ നിന്നിട്ട് അടിച്ചു, അത് ബാറി തട്ടിത്തെറിക്കുന്നത് കണ്ടായിരുന്നു. എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഏത് മാച്ചാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇതിൽ ഒന്നുമില്ല, ആ കീപ്പറിന് ഒരു ചാൻസും ഇല്ല, കിടിലനായിട്ട് ഗോളാക്കി. അപ്പോൾ അടുത്ത മാച്ച് അറിയാമല്ലോ, സിറ്റിക്കെതിരെയാണ്. സിറ്റിക്കെതിരെ ഒരു മാച്ചിന് പോകുന്നതിന് മുമ്പ്, സിറ്റിയുടെ ഹോമിലാണല്ലോ, പോകുന്നതിന് മുമ്പ് ഈ ഒരു മാച്ചിലെ റിസൾട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാച്ചിൽ ഇത്രയും 1-4 ജയിക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല അക്കാഡമി പ്ലേയേഴ്സൊക്കെ മികച്ച രീതിയിൽ കളിച്ചു എന്നത് ടീമിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത മാച്ചിൽ സിറ്റിയുടെ ഹോമിൽ പോയി കളിക്കുമ്പോൾ അവർക്ക് അതൊരു കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പോകാൻ പറ്റും എന്നതാണ്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിലോ.